ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരുന്നവനാണെങ്കിൽ ഒരു ദിവസം മോർച്ചറി കയറി അവിടുന്ന് സുന്ദരികളായ പെൺകുട്ടികളെ ശവം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2015 റിലീസ് ചെയ്ത നെക്രോ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷാനെയായിരുന്നു. അവനാണെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സോ അങ്ങനെ ആരും ഇല്ലായിരുന്നു. അവൻ്റെ സ്വഭാവമാണെങ്കിൽ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫുകളൊന്നും അവനോട് നല്ല രീതിക്കല്ലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് 2 നേഴ്സുമാരാണെങ്കിൽ ഡോക്ടറിനെ മറ്റൊരു പെൺവെട്ട് അഭിഹിതമുള്ളതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഇഷാനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടുത്തെ ഒരു അലമാരിക്കകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നീട് അവൻ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവൻ്റെ ഷിഫ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് വീടിൻ്റെ ഓണറാണെങ്കിൽ അവൻ്റെ വാടക കുടിശ്ശിക ഒരുപാടായെന്ന് പറയും. അതുപോലെ തന്നെ അവൻ്റെ സീലിംഗ് ഒന്ന് നോക്കാൻ വേണ്ടി പറയും. അവൻ കുളിക്കുമ്പോഴത്തേക്കിന് വെള്ളം താഴോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ബാത്റൂമിൽ പോയി നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പറയും അവിടുത്തെ ഒരു അയൺ സ്റ്റീൽ ഒന്ന് മാറ്റിത്തരാമോ, അതിലെപ്പോഴും അവൻ തട്ടി വീഴുമെന്ന്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇവനൊന്ന് ശ്രദ്ധിച്ച് നടന്നാൽ മതി എന്ന്. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നേഴ്സ് ആണെങ്കിൽ അവന് ചൂടാകും. പെട്ടെന്ന് തന്നെ സിറവ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. കാരണം ഇവനുള്ളിൽ ആ നേഴ്സിനോട് ചെറിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവൻ ആരും കാണുന്നില്ലല്ലോ ഓർത്ത് നേരെ മോർച്ചറിയിലേക്ക് ഇരുന്നത്. അവിടെ ചെന്നിട്ട് ഒരു ലേഡിയുടെ ശവശരീരം വെളിയിലേക്ക് ഇറക്കും. ആദ്യം തന്നെ അതിൻ്റെ തുണിയെല്ലാം മാറ്റിയ ശേഷം അവൻ ആദ്യം ബോഡിയിലെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് നോക്കും. പിന്നീടാണ് അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ആദ്യം തന്നെ അവളോട് കുട്ടികളൊക്കെ എത്ര ഉണ്ടെന്ന് ചോദിക്കും. ഇവളാണെങ്കിൽ ഒരു ഹെഡ് സർവൈവ് ചെയ്യാതെ മരിച്ചുപോയൊരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ അവളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പതിയെ കരയാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് അവൾ വിഷമിക്കുന്നുണ്ടോ നോക്കിയ ശേഷം അവളുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെടും. തിരിച്ചവൻ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. അന്നേരം ഓണർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ ഇവനോട് ചോദിക്കും ഇന്നെ പറ്റി ഓവർ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അവൻ അതേന്ന് പറഞ്ഞ ശേഷം നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ബാഗ് കവറുകൾ കുറേ മുടി ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു കവറിലേക്ക് ഇവനാണെങ്കിൽ ഒരു മുടി വെക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്ന നൈറ്റ് ക്ലബ് ആയിരുന്നു. അവിടെ ഒരു പെണ്ണാണെങ്കിൽ വെള്ളം അടിച്ച് ഡ്രഗ്സ് അടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈശാൻ ഒരു കോൾ വരുന്നത് കാണിക്കും. അവൻ ആ ഫോൺ എടുത്ത ശേഷം അത് റോങ് നമ്പറാന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ഈശാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പുതിയൊരു പേഷ്യൻ്റ് ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടി നേഴ്സാണെങ്കിൽ ലോക്കർ റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി പോകും. അന്നേരമാണ് നമ്മളെ കാണിക്കുന്നത് ഈശാനാണെങ്കിൽ ഈ പ്രാവശ്യം ലോക്കർ റൂമിൻ്റെ അകത്തിരുന്ന് ഒളിഞ്ഞിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ പോയ ശേഷം അവനാണെങ്കിൽ അവളുടെ ലിഫ്റ്റിക്ക് അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. പിന്നീട് നമ്മൾ വീട് നൈറ്റ് ക്ലബ്ബിലെ സീൻ കാണിക്കും. അവിടെയാണെങ്കിൽ അതേ പെൺകുട്ടി തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതും ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരിക്കുന്നതും. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ നൈറ്റ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ബാലൻസ് ഒന്നും കിട്ടാതെ അവിടുത്തെ ഒരു സ്ട്രീറ്റ് ആർട്ടുള്ള ഭിത്തിയിൽ പോയി 2 മിനിറ്റ് നിൽക്കും. അത് കഴിഞ്ഞാണ് അവൾക്ക് ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് വീഴുന്നതും പിന്നീട് തല ഇറങ്ങി താഴെ വീഴുന്നതും. അങ്ങനെ അവളാണെങ്കിൽ ഡ്രഗ് ഓവർഡോസ് കാരണം കൊണ്ട് മരിച്ചു വീഴും. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ ഇഷാനാണെങ്കിൽ ഡോക്ടറിനെ മുറി കയറി സെതസ്കോപ്പ് എടുത്ത് സ്വന്തമായിട്ട് അവൻ്റെ ഹെഡ് ബീറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളും അവനാണെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവൻ വെളിയിലേക്ക് പോയിട്ട് അവിടുത്തെ ഫയർ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത്. അന്നേരം അവൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു നേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. നേഴ്സാണെങ്കിൽ ഇത് കണ്ടൊന്ന് പേടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന മെറ്റൽ പ്ലേറ്റിൻ്റെ ബാക്കിലായിട്ട് അവൻ്റെ ഫേസിൻ്റെ റിഫ്ലക്ഷൻ കാണും. അന്നേരം അവൻ്റെ ഇടത് കണ്ണിന് താഴെയായിട്ടുള്ള മറു കണ്ട് അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന രക്തത്തിൽ കൈമുക്കി വലത്തെ കണ്ണിലെല്ലാം തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം കത്രിക എടുത്തിട്ട് ആ ഇടത്തെ കണ്ണിലെ ബെർത്ത് മാർക്ക് മുറിക്കാൻ വേണ്ടി അവൻ തുടങ്ങും. പക്ഷേ തൽക്കാലം അത് വേണ്ടെന്ന് വെക്കും. പിന്നീട് കാഷ്വാലിറ്റി സ്ഥലത്തേക്ക് വരുന്ന അവനാണെങ്കിൽ വേറൊരു പേഷ്യൻ്റ് അവനെ മുന്നിൽ കിടന്ന് മരിക്കുന്നത് കാണും. പിന്നീട് അവനാണെങ്കിൽ ഓഫീസിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. അവിടെ വെച്ച് ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് അതെല്ലാം എറിഞ്ഞ് കളഞ്ഞ ശേഷം നേരെ മോർച്ചറിയിലേക്ക് വീണ്ടും പോകും. ഇവിടെ വെച്ച് അവനാണെങ്കിൽ അടുത്ത പെണ്ണിൻ്റെ ബോഡി എടുക്കും. ഇതായിരുന്നെങ്കിൽ ആ ഓവർഡോസ് കാരണം മരിച്ച പെണ്ണിൻ്റെ ബോഡിയായിരുന്നു. ഇവനാണെങ്കിൽ അവളുടെ സൗന്ദര്യത്തെപ്പറ്റി കുറേ അവളോട് വർണ്ണിച്ച ശേഷം അവളുടെ ഭർത്താവിനെ പറ്റി ചോദിക്കും. എന്നിട്ടാണെങ്കിൽ അവിടെ ഇരുന്ന് കുറേ നേരം കരയും. പിന്നീടാണ് അവനാണെങ്കിൽ അവൻ്റെ ഓർഫണേജിലെ കറവ് പറയുന്നത്. അവൻ പറയും ഓർഫണേജിൽ ഇവളെ പോലെ തന്നെ സുന്ദരിയായിട്ടൊരു പെണ്ണുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അവളോട് വലിയ താല്പര്യമായിരുന്നത്. പക്ഷേ ഒരു ദിവസമാണ് അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. പക്ഷേ അവനാണെങ്കിൽ അവളെ വിടാനൊന്നും ഉദ്ദേശമില്ലായിരുന്നെന്ന് പറയും. അത് കഴിഞ്ഞ് ഇവനാണെങ്കിൽ അവിടെ നിന്നല്ലേ ഇറങ്ങിപ്പോകും. പിന്നീട് അധികൃതർ വന്നിട്ട് ആ പെൺകുട്ടിയുടെ ബോഡി കൊണ്ടുപോയി സംസ്കരിക്കും. ഇവനാണെങ്കിൽ അവളെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഇവൻ നേരെ അവളെ സംസ്കരിച്ചതിൻ്റെ തൊട്ട് മണ്ടേ പോയി കുറേ നേരം സങ്കടത്തോടു കൂടി കിടക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്നത്തെ പോലെ ഇവനാണെങ്കിൽ വീട്ടിൽ വന്ന ടിവിയും കണ്ടിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവൻ്റെ തൊട്ടടുത്തായിട്ട് ആ പെൺകുട്ടിയുടെ ബോഡി ഉണ്ടായിരുന്നു. കാരണം ഇവനാണെങ്കിൽ ആ കുഴി മാന്തി പെൺകുട്ടീനെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അവനാണെങ്കിൽ കുറേ നേരം ആ ബോഡിയോട് സംസാരിച്ച ശേഷം നേരെ കടലിലേക്ക് പോയി അവൾക്കിടാൻ വേണ്ടി ഡ്രസ്സെല്ലാം മേടിക്കും. അവൻ വന്ന് ആ ബോഡീനെ ഡ്രസ്സെല്ലാം ഇടിപ്പിച്ച ശേഷം കട്ടിലേക്ക് കിടത്തും. കുറേ നേരം അവളോട് വീണ്ടും സംസാരിച്ചതിന് ശേഷം ആ ബോഡിയുമായിട്ട് ബന്ധപ്പെടും. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നാണെങ്കിൽ ഇവന് വർക്കിലൊക്കെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ആ പെൺകുട്ടിയുടെ ഓർമ്മകളിൽ തന്നെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് പെട്ടെന്ന് ഒരു നേഴ്സ് വന്നിട്ട് പറയുന്നത് അവിടെ ഒരു പേഷ്യൻറ്റിന് ഇവനെ ആവശ്യമുള്ളത്. അങ്ങനെ ഇവനാണെങ്കിൽ അങ്ങോട്ട് പോകും. വൈകുന്നേരം ഇവനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്ന ശേഷം അവളെ ഉപ്പിൽ കുളിപ്പിച്ചതിന് ശേഷം അവൾക്ക് കമ്മലും മാലയും ലിപ്സ്റ്റിക്സും എല്ലാം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഓണർ വന്ന് ഇവനോട് ചോദിക്കുന്നത് ഏതെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടോ, സംസാരം കേട്ടല്ലോ എന്ന്. ഇവൻ പറയും അങ്ങനെയൊന്നുമില്ല, അത് ടി വിയിലെ ശബ്ദമാണ്. പക്ഷേ അവൾക്കാണെങ്കിൽ എന്തൊക്കെ ഡൗട്ട് ഉള്ളതുകൊണ്ട് അകത്തോട്ട് കയറി വരാൻ വേണ്ടി നോക്കും. ഇവൻ്റെ ബാത്റൂമിലെ ലീക്കേജ് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്.
പക്ഷേ ഇവനാണെങ്കിൽ ഇവളെ അകത്തോട്ട് കടത്തി വിടാതിരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവൻ പറയും അതിപ്പോൾ തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് കഥ അടച്ച ശേഷം നേരെ പോയി ലീക്കേജ് എല്ലാം റെഡിയാക്കി കൊടുക്കും. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയി അവനാണെങ്കിൽ അവിടെ നിന്ന് നേഴ്സിൻ്റെ ഫൗണ്ടേഷൻ മോഷ്ടിച്ച ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് ആ ബോഡിയിൽ തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ ആ ബോഡീനെ കൂട്ടിക്കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോകും. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഇഷാനോട് ഒരു നേഴ്സ് ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഹോർമോൺ ടെസ്റ്റ് ഫയൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയും. പക്ഷേ ഇവൻ ഈ പ്രാവശ്യം പറയും അത് അവളുടെ ഡ്യൂട്ടി അവൾ തന്നെ പോയി ചെയ്യാൻ വേണ്ടി പറയും. ഇവളാണെങ്കിൽ ഉടനെ ഇവനോട് ചൂടാൻ തുടങ്ങുമ്പോഴാണ് ഇവൻ പറയുന്നത് ഇവൾക്ക് ഡോക്ടറുമായിട്ട് അഫയർ ചെയ്യാൻ സമയമുണ്ടല്ലോ, പിന്നെ ഇതിന് സമയമില്ലാതെന്ന് ചോദിച്ച് അവളുടെ വായിൽ ഇന്ന് സിഗരറ്റ് ഇവൻ മേടിച്ച് വെക്കും. പിന്നീടാണ് ഡോക്ടർ ഇവനെ വിളിച്ച് മറ്റൊരു ഫയൽ എടുക്കാൻ പറയുന്നത്. പക്ഷേ ഇവനാണെങ്കിൽ അതും ചെയ്യത്തില്ലായിരുന്നു. നേരെ പോയി ആ ഫയലൊക്കെ ഇരിക്കുന്ന റൂമിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങും. അന്ന് വൈകുന്നേരം വീട് ചെന്ന് അവനാണെങ്കിൽ ആ ബോഡിക്ക് വീണ്ടും നല്ല ഡ്രസ്സെല്ലാം കൊടുത്ത ശേഷം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് രണ്ടുപേരും കൂടെ ഊഞ്ഞാലടി കളിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അവനാണെങ്കിൽ ആ ബോഡി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരും. അന്നേരമാണ് ആ ഓണർ വന്നിട്ട് ഇവനോട് എന്തിനാ ഈ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് ചോദിക്കുന്നത്. അന്നേരമാണ് ഇവൻ പറയുന്നത് ഇവനാണെങ്കിൽ ഇവൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി പോയതാണെന്ന്. പിന്നീട് ഇവനാണെങ്കിൽ പതിയെ ബോഡിയെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് ഇവൻ ശ്രദ്ധിക്കുന്നത് പതിയെ ബോഡിയാണെങ്കിൽ അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടിടാനുള്ള മനസ്സേ ഇല്ലായിരുന്നു. പിന്നീട് ഇഷാനാണെങ്കിൽ ബാത്റൂമിലേക്ക് വിട്ട് കുറേ നേരം ഒന്ന് കണ്ണാടി നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തവൻ പിന്നിലേക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റും. പിറ്റേ ദിവസം തൊട്ട് ആശുപത്രി ചെന്ന് അവനാണെങ്കിൽ ടോട്ടലി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സ്റ്റാഫുകളോട് അവൻ അങ്ങോട്ട് കയറി സംസാരിച്ച് കമ്പനിയാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ മാറ്റം കണ്ട് ഡോക്ടറും അവൻ്റെ മുടിയുടെ പുതിയ ഹെയർ സ്റ്റൈൽ കൊള്ളാമെന്ന് പറയുക ഇവനോട് പതി സംസാരിക്കാൻ ഇവൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കാനും തുടങ്ങും. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഓണർ നിൽപ്പുണ്ടായിരുന്നു. അവൾ ഇവനോട് ഇവൻ്റെ ഈ പുതിയ മാറ്റത്തെപ്പറ്റിയൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞാണ് അവളൊരു കാര്യം കൂടെ പറയുന്നത് ഇവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരുന്നതും അതുപോലെ തന്നെ ഈച്ചകളാണെന്നും പറയും. അങ്ങനെ ഇവനാണെങ്കിൽ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിനും അവനെ തന്നെ ആ സ്മെല്ല് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് പോലും അവനാണെങ്കിൽ ആ ബോഡിയുടെ കൂടെ തന്നെ കുറേ നേരം ഇരിക്കും. പിറ്റേ ദിവസമാണ് ഇവൻ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും ആ ഓണർ ഇവൻ്റെ മുറി ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് അവൾക്ക് കോൾ വന്നിട്ട് അവൾ തിരിച്ചു പോകും. ഇതേസമയം ഇഷാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് കെമിക്കൽസ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് അതെല്ലാം ബാട്ടബിലിട്ടിട്ട് ആ ബോഡി കൊണ്ടുവന്ന് അതിൻ്റെ അകത്തിടും. എന്നിട്ട് അവനാണെങ്കിൽ കയറി കിടക്കും. രാത്രി ആകുമ്പോഴത്തേക്കിനുമാണ് ആ ബോഡിക്ക് പതിയെ ജീവൻ വന്ന് അവളാണെങ്കിൽ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അലാറം അടിച്ച് ഇഷാൻ എഴുന്നേൽക്കുന്നതായിരുന്നു. അന്നേരമാണ് അവന് പിടി കിട്ടുന്നത് അവൾക്ക് ജീവൻ വെച്ചല്ല സ്വപ്നമായിരുന്നെന്ന്. അവൻ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ബോഡി അതുപോലെ തന്നെ ആ ബാട്ടപ്പിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ബോഡിക്കാണെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലല്ലോ, അവിടെ അഴിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആ ഓണർ വന്ന് അവനെ വിളിക്കുന്നത്. ഇവൻ ചെന്ന് കഥ തുറക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര ആൽക്കഹോളിൻ്റെ മണമാണല്ലോ, ഇവൻ വെള്ളവടി തുടങ്ങിയെന്ന് ചോദിക്കും. അന്നേരം ഇവൻ പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളുടെയാണെന്ന് പറഞ്ഞ് കഥ അങ്ങ് അടയ്ക്കും. പിന്നീട് ഇവനാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി തീരുമാനിക്കും, അവളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി കടയിൽ ചെന്നിട്ട് ഇവൻ തന്നെ ഫ്രിഡ്ജ് അത് കയറി നിന്ന് നോക്കും. അവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് അഫോർഡബിൾ ഓപ്ഷൻ പറഞ്ഞിട്ടും ഇവനാണെങ്കിൽ ഒരാളെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഏറ്റവും വലിയ ഫ്രിഡ്ജ് തന്നെ എടുക്കും. ഇത് കാണുന്ന ഓണർ ഇവനോട് വന്ന് ചോദിക്കും ഇത്രയും വലിയ ഫ്രിഡ്ജൊക്കെ എന്തിനാണ്. ഇവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഫ്രിഡ്ജും കൊണ്ട് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ അകത്ത് അവളെ സ്റ്റോർ ചെയ്ത് വെക്കും. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഇവനാണെങ്കിൽ ഇവൻ തന്നെ ഉണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സിനും നേഴ്സസിനും എല്ലാം കൊടുക്കും. പിന്നീട് ഇവനാണെങ്കിൽ നേരെ ഒരു ഡോക്ടറിൻ്റെ കൂടെ പോയിരുന്ന ചായയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ആ ഡോക്ടർ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന് ഗേൾ ഫ്രണ്ടിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. ഇവൻ പറയും ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും ഇവനാണെങ്കിൽ അവൾക്ക് കുറേ ഫ്ലവറൊക്കെ മേടിച്ച് കൊണ്ട് കൊടുത്തായിരുന്നെന്നും. അന്നേരമാണ് ഡോക്ടറാണെങ്കിൽ വൈറ്റ് ഡേയ്സിപ്പൂ ഇവനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവനാണെങ്കിൽ അത് മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓണർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അവൾ ഇവനോട് ചോദിക്കും ഇവനെന്തിനാ ലോക്ക് മാറ്റിയെന്ന്. അതുപോലെ തന്നെ ഉടനെ തന്നെ കീ കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോലീസിനെ വിളിക്കുമെന്നും പറയും. പിന്നീട് അകത്ത് നിന്ന് അവനാണെങ്കിൽ ആ പൂക്കളെല്ലാം അവിടെ വെച്ച ശേഷം വട്ട് പിടിച്ച പോലെ നടക്കും. ആ ബോഡി എടുത്ത് അടുത്തിട്ട ശേഷം അവൻ പറയും രണ്ടുപേർക്ക് ഇവിടെ നുളിച്ചോടാ ഇവൻ അത്രയും അവളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. അത് കഴിഞ്ഞ് അവൻ കുറേ നേരം ആലോചിച്ച് നിൽക്കുന്ന കാണും. പിന്നീട് നമ്മളെ കാണിക്കുന്ന പിറ്റേ ദിവസം അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇഷാൻ്റെ ബോഡിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ബോഡിയോടെ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്ന കാണിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.